നിങ്ങളുടെ ഹൃദയാഴങ്ങളിൽ നിങ്ങൾക്ക് വെളിച്ചം പകരാൻ കഴിയുന്ന വിധം നിരന്തരമായ പ്രകാശത്തെ സ്ഫുരിപ്പിക്കുന്ന വിധമുള്ള ഒരു അധ്യാപകനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു വിശേഷിപ്പിച്ചു. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ രീതികളും അങ്ങനെയായിരുന്നു. നബി തിരുമേനി തന്നെ അഭിമാനപൂർവ്വം പറഞ്ഞു, ഞാനൊരു മുഅല്ലിമായിട്ടാണ് അയക്കപ്പെട്ടയാൾ. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, ഞാൻ മുഅല്ലിമായി നിയോഗിതനായ ആളാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അധ്യാപകനായിട്ടാണ്. എന്നാലോ ആ അധ്യാപകൻ്റെ പ്രത്യേകത നിങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഉറഞ്ഞു വന്നിട്ടുള്ളൊരു അധ്യാപകനല്ല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സമയങ്ങളിലെങ്കിലും അങ്ങനെ ഒരു ഉസ്താദുമാരെ കുറിച്ചുള്ള ഒരു ധാരണ പരത്താറുണ്ട്. വലിയ ഒരു ചൂരൽ വടിയുമായി നിൽക്കുന്ന, മുട്ടാള ഭാവവുമായി നിൽക്കുന്ന ഒരാളെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പുണ്യനബി തന്നെ പറഞ്ഞു വച്ചതും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളെ അങ്ങനെ പ്രബോധനത്തിന് വേണ്ടി അയക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞതും ഇങ്ങനെയല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അയക്കപ്പെട്ടത് തന്നെയും ആളുകൾക്ക് സന്തോഷം പകരാൻ കഴിയുന്ന വിധം ആളുകൾക്ക് പ്രബോധനം ചെയ്യാനാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന എല്ലാ സ്ഥലത്തും ചെയ്യേണ്ട പണിയും അതായിരിക്കണം. റസൂലുള്ളാഹി അവിടുത്തെ അനുയായികളിലെ 2 പ്രമുഖരായ സ്വഹാബാക്കളെ യമനിലേക്ക് അയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ. ഇത് അധ്യാപനത്തിൻ്റെ തന്നെയും ഏറ്റവും നല്ല മാതൃകയാണ്. ബശ്ശിറ വലാ തുനഫിറ, ആളുകൾക്ക് സന്തോഷകരമായ വിധമായിരിക്കണം പ്രബോധനം ചെയ്യേണ്ടത്. ആളുകളെ ഓടിക്കരുത്. തൻഫീർ, അട്ടിപ്പഴിക്കലാണ്. ഇന്നിപ്പോൾ ആ പദത്തിന് ഇന്ത്യയിൽ ആകമാനം വലിയ പ്രസക്തിയുള്ള കാലമാണ്. നഫ്രത്ത് അറബിയിൽ നിന്ന് വന്ന പദമാണത്. ഇന്ത്യയിൽ ഒരു ചെറുപ്പക്കാരൻ നിരന്തരം ആ പദപ്രയോഗം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വെറുപ്പിൻ്റെ കമ്പോളം എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനുള്ളത് നഫ്രത്താണ്. തൻഫീർ, അട്ടിയോടിക്കലാണ്. ആളുകളെ വിദ്വേഷം ഉണ്ടാക്കിയെടുത്ത് ഓടിക്കുകയല്ല നിങ്ങളുടെ പണി. ബശ്ശിറ, തബ്ശീർ, നിങ്ങൾ ആളുകൾക്ക് സന്തോഷം കൊടുക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നിങ്ങൾ ആളുകളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ മതത്തെ വല്ലാതെ ഗൗരവതരമായി അവതരിപ്പിക്കുകയല്ല വേണ്ടത്. അതിനെ അനായാസം ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ലളിതമായി അതിനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പുണ്യനബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ റസൂലുള്ളാഹി ഉപയോഗിച്ച മനഃശാസ്ത്ര രീതി തന്നെ അത്ര മനോഹരമായിരുന്നു. സ്വഹാബാക്കൾ അത്ര പരിഷ്കൃതരൊന്നും ആയിരുന്നില്ലല്ലോ. ഖുർആൻ തന്നെ പറയുന്നു, അവർ വളരെ അസംസ്കൃതമായിരുന്ന ഒരു സമൂഹമായിരുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വളരെ അധപതിച്ച ഒരു ജനത. ലോകത്തെ എല്ലാ ചരിത്രകാരന്മാരും അത്രമേൽ അധപതിച്ച ഒരു ജനതയെക്കുറിച്ച് മറ്റൊരു ഉദാഹരണം പറയാത്ത വിധം ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാക്കിയ ഒരു ജനവിഭാഗം. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, നേരത്തെ വളരെ മോശമായിരുന്നു. പക്ഷെ അവരുടെ മുമ്പിൽ ചെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പഠിപ്പിച്ച രീതികളൊക്കെ എത്ര മനോഹരമാണ്. ഒരിക്കൽ നമസ്കാരത്തിലാണ് എല്ലാവരും. ആ സമയത്ത് ഒരാൾ ഒന്ന് ഉച്ചത്തിൽ അങ്ങ് അയാളൊന്ന് തുമ്മി. ഇത് അത്തസ റജുലുൻ മിനൽ ഖൗം, അയാൾ തുമ്മിയപ്പോൾ മറ്റൊരു സഹാബി ഫഖുൽതു വാന ഉസല്ലി യർഹമുക്കല്ലാഹ്, നിസ്കരിക്കുകയാണ്, എൻ്റെ കൂട്ടത്തിൽ യർഹമുക്കല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു. നേരത്തെ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത്. അത് പ്രകാരം അത് പറഞ്ഞോടുകൂടെ മറ്റു സഹാബാക്കളൊക്കെ ഇയാളെങ്ങനെ തുറച്ചു നോക്കാൻ ഇങ്ങനെ നോക്കുന്ന പോലെ തോന്നി. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയാൻ തുടങ്ങി, എന്താണ് നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നമസ്കാരത്തിലാണ്. എല്ലാവരും കൂടി എന്നെ തുറച്ചു നോക്കുന്നത് ഞാൻ എന്ത് പണിയാ, എന്ത് തെറ്റാ ചെയ്തത്? നമസ്കാരത്തിൽ നിന്നാണ് അതൊക്കെ പറയുന്നതും അതൊക്കെ ചെയ്യുന്നതും. എന്നാൽ അവിടെ വെച്ച് അങ്ങനെ ഒരു വലിയ തെറ്റായ രീതി ചെയ്ത ഒരാളെ ഒരു അധ്യാപകൻ എന്ന നിലക്ക്, ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരിക്കണം ശാസിക്കേണ്ടത്? താൻ എന്തടോ ഈ കാണിച്ചതെന്ന് ചോദിക്കണ്ടേ? അങ്ങനെ ആയിരുന്നില്ല. ആ സ്വഹാബി തന്നെ പറയുന്നു, നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിളിച്ചു. അദ്ദേഹം പറയാണ്, ഫബി അബി ഹുവ ഉമ്മി മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന മിൻ. എൻ്റെ ഉമ്മ തന്നെ സത്യം, എൻ്റെ വാപ്പ തന്നെ സാക്ഷ്യം. എൻ്റെ മാതാപിതാക്കളെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ അങ്ങ് ഏൽപ്പിച്ചു സമർപ്പിക്കുന്നു എന്നർത്ഥത്തിലാണ് ആ പ്രയോഗം നടത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ മുമ്പോ ശേഷമോ ഇതുപോലൊരു നല്ല അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല.
ഏറ്റവും നല്ല അധ്യാപകനായി. എന്നിട്ട് എന്താ റസൂലുള്ള ചെയ്തത്? മാ കഹറനി വല ലറബനി വല ശതമനി. അവിടെ നിന്ന് ശാസിച്ചില്ല, എന്നോടൊന്നും ഒരു കുറ്റവും പറഞ്ഞില്ല, മറിച്ച് എന്നെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത ലാ യസ്ലഹു ഫീഹാ ശൈഉം മിൻ കലാമിൻ നാസ്. ഈ നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് അതിലൊക്കെ ആളുകൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ. അത് ചില തസ്ബീഹുകളും ചില തക്ബീറുകളും അതോടൊപ്പം നല്ല ഖുർആൻ പാരായണവും ഒക്കെയാണ്. അതായത് നമസ്കാരത്തിൽ ആവശ്യമായിട്ടുള്ള അത്തരം കാര്യങ്ങളാണ്, അല്ലാത്തതൊന്നും പറയാൻ പാടില്ല. അത് പറയാൻ റസൂലുള്ളാഹി ഉപയോഗിച്ച രീതിയാണ്. അത് അനുഭവിച്ച സ്വഹാബി പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു അധ്യാപകനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ശാസനയുടെ ഒരു നോട്ടം പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ മനുഷ്യൻ്റെ നേരെ നോക്കുന്നില്ല, മറിച്ച് അയാളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, ഇങ്ങനെയല്ലട്ടോ നിസ്കാരം. അതാണ്. വേറെയും തിരിച്ചും പറയാം, എന്തൊരു ബോധമില്ലായ്മയാണ് താൻ കാണിച്ചത്, എത്ര കാലം ഞാനിത് പറഞ്ഞു തന്നതാണ്, എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കാൻ ഇത്ര വിഡ്ഢിയായി പോയോ എന്നൊരു ചോദ്യം ചോദിക്കാമായിരുന്നില്ലേ? അങ്ങനെ ചോദിച്ചാൽ ആ അധ്യാപകൻ ഏറ്റവും ക്രൂരനായ, മാതൃകയില്ലാത്ത, നീതിബോധമില്ലാത്ത അങ്ങനൊരു അധ്യാപകൻ എന്ന തരത്തിലായിരിക്കപ്പെടണമായിരുന്നു അതിനെ കുറിക്കപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ ഈ ശിഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു,